ഹായ് ഹലോ. അപ്പോൾ ദേ ഇപ്പം മുഖം തെളിഞ്ഞിരിക്കുന്നതുകൊണ്ട് ആരും വിചാരിക്കണ്ട ഭയങ്കര ഹാപ്പി ആയിരുന്നു പോക്കെന്ന്. സംഭവം ബഹളമായിരുന്നു. അതിന് ഞാൻ ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത് തണുപ്പിച്ച് കൊണ്ടുവരുക. വായു. ഇതാണ് പൊന്നാട്. വന്നു കഴിഞ്ഞാലുള്ള സന്തോഷം ഭയങ്കര സന്തോഷമാണ് ആൾക്ക്. ഇതാ ഓട്ടം കാണുമ്പോൾ അറിയാമല്ലോ, എന്നെപ്പോലും നോക്കാതെ ഓടുക. ഭയങ്കര ഇഷ്ടമാണ് ഈ സ്ഥലം. പുള്ളിക്ക് പ്രകൃതിയോടൊക്കെ ഭയങ്കര കാര്യമാണ്. നല്ല കാര്യമാണ്. എനിക്കും അങ്ങനെ കേട്ടാ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞങ്ങൾ തേടി പിടിച്ചു പോകും. ചെന്ന് കഴിഞ്ഞിട്ടുള്ള കാര്യം ചെന്നിട്ട് ഇപ്പം ചൂണ്ടയിടാനായിട്ട് കയറിയിട്ടുണ്ട്. വേറെ അടുത്തൊന്നും ഇല്ല ചൂണ്ടയിടങ്ങ് ദൂരെയാണ് ചേട്ടന്മാരൊക്കെ ചൂണ്ടയിടണത്. അപ്പം അങ്ങോട്ടൊന്നും പോകാൻ നിന്നില്ല. അപ്പോൾ കുട്ടികളൊക്കെ പോയിട്ട് തിരിച്ചു പോരുന്നു. വെള്ളം അങ്ങനെ ഒരു നല്ല രസമാണ് എല്ലാം. അപ്പോൾ കുറേ കുട്ടികൾ NSSൻ്റെ ക്യാമ്പിൽ നിന്ന് വരുന്ന കുട്ടികളാണ്. അതിൽ നമ്മുടെ കസിനുമൊക്കെ ഉണ്ടായിരുന്നു. യാദൃശ്യമായിട്ട് കണ്ടതാണ്. അപ്പോൾ അവരുള്ളിലോട്ട് പോവുകയാണ്. നമ്മളങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ ശർമ്മയിലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ സൈഡിലൊക്കെ നിന്ന് ചൂണ്ടയിട്ട് തിരിച്ചു പോരാനുള്ള രീതിയിലാണ് പോയത്. ഉള്ളിലോട്ട് പോകുന്നില്ല. ഞങ്ങൾ രണ്ടും മാത്രമല്ലേ ഉള്ളൂ. അങ്ങനെ ചൂണ്ടയിട്ട് അവിടെ നല്ല മീനടി ഉണ്ടായിരുന്നു കേട്ടോ. ചെറുമീനാണ് എന്താണെന്നൊക്കെ പുള്ളി അതൊക്കെ പറഞ്ഞു. മുഖം പോയി മങ്ങിയത് കണ്ട. സംഭവം എന്താണെന്ന് വെച്ചാൽ ചൂണ്ട എറിഞ്ഞു. ചൂണ്ടയിലുണ്ടായിരുന്ന ഫ്രോഗ് ഉടക്കി പൊട്ടിപ്പോയി. അതിൻ്റെ സങ്കടത്തിലാണ് കണ്ട. പാവം, ഭയങ്കര സങ്കടമായിപ്പോയി. ഭയങ്കര ഹാപ്പിയിൽ വന്നാലേ ഒരു അരമണിക്കൂർ പോലും അവൻ ചൂണ്ടിടാൻ പറ്റിയില്ല. മീൻ കിട്ടുമോ കിട്ടില്ല എന്നുള്ളതല്ല, പുള്ളിക്ക് കാസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുള്ള ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാൻ പറയുന്നു സമാധാനിക്ക്, മേടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പുള്ളിക്ക് നിരാശയായിപ്പോയി, സങ്കടമായിപ്പോയി. അത് പോയതിലുള്ള സങ്കടമാണ്. കാരണം മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് രാവിലെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ പോയെന്ന് പറയുമ്പോൾ അത് ഇടാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോഴേക്കും അവിടെ എന്തെല്ലോ ഉടക്കി. ചൂണ്ടയുടെ കുഴപ്പമാണെന്നാണ് അവൻ പറയണത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഐസ്ക്രീമൊക്കെ മേടിച്ച് മയക്കി കൊണ്ടുവന്ന. അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യമായിരുന്നു. ഇങ്ങോട്ട് വന്ന ഒരു സങ്കടം കൊണ്ട് പുള്ളി കരഞ്ഞില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് അങ്ങോട്ട് പോയത് കരഞ്ഞ് കാറി കൂവി എനിക്കിന്ന് വയ്യായിരുന്നു, നാളെ പോവാമെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഇന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയി. പിന്നെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല കേട്ടോ. ഞാൻ പറഞ്ഞു നാളെ മേടിച്ച് തരാം, അപ്പം നമുക്ക് നാളെ വരാം, നിനക്ക് സത്യം ചെയ്തിട്ടൊക്കെയാണ് എന്നെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ കണ്ട എന്ത് മനോഹരമായ, അവിടെയൊക്കെ നെല്ല് വിതച്ചിട്ടുണ്ട് കേട്ടോ. കണ്ട കൊക്കൊന്നും വരാതിരിക്കാനായിട്ട് എന്തോ ഇട്ടേക്കുക. അപ്പം ഞങ്ങളത് തിരിച്ചു പോരുവാണ്. തിരിച്ചു പോരാൻ നേരത്ത് ഓഫറൊക്കെ കൊടുത്തത് കാരണം പുള്ളി വലിയ കുഴപ്പമില്ലായിരുന്നു. വീഡിയോ എടുക്കണ്ട. ഇത് കണ്ട വന്ന വഴിയിലുള്ള കാഴ്ചകളാണേ. താങ്ക്സ്.